ഗൈനക്കോളജി വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ആതിരദാസ് ആണ്. നമസ്കാരം. നമസ്കാരം. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഗൈനക്കോളജിക്കൽ പ്രശ്നം എന്ന് പറയുന്നത് അമിത രക്തസ്രാവമാണ്. അതിന് പല റീസൺ ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺലി കാണുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് യൂട്രസ് ആണ്. അതൊരു 60-70% ആൾക്കാരിലും ഈ ബ്ലീഡിങ് പ്രധാന കാരണം ഫൈബ്രോയിഡ് യൂട്രസ് ആവാം. കൂടാതെ അഡിനോമയോസിസ്, എൻഡോമെട്രോസിസ് തുടങ്ങിയ രോഗങ്ങളും കണ്ടുവരാറുണ്ട്. അല്ലാതെ കാണുന്നത് കഠിനമായ വേദന, അടിവയൽ കഠിനമായ വേദന. അതിന് കാരണങ്ങളും എൻഡോമെട്രോസിസ് പോലുള്ള അസുഖങ്ങളാവാം. വേറെ കണ്ടുവരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് അമിതമായ വെജൈനൽ ഡിസ്ചാർജ്. നമ്മുടെ ഒപിയിൽ അധികമായി വരുന്ന പേഷ്യൻസും വെജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെജൈനൽ ഭാഗത്തുള്ള ഇച്ചിങ് തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണമാണ് വരുന്നത്. പിന്നെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, ഒരു അറൌണ്ട് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന സ്ത്രീകളിൽ അമിതമായി കാണുന്ന ഒരു പ്രശ്നമാണ് PCOS അല്ലെങ്കിൽ PMOS എന്ന് വെച്ചാൽ പീരീഡ്സ് ഇറഗുലർ ആവുക. മെയിൻ പ്രശ്നം അതായിരിക്കും. ഒരു 1-2 മാസം ഇടവിട്ടുള്ള പീരീഡ്സ് ഇറഗുലർ ആവുന്ന പ്രശ്നം. അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലിയിൽ വരുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ പെട്ടെന്നുള്ള വെയിറ്റ് കൂടുക, സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ബോഡിയിൽ വന്ന ചേഞ്ചസ് ആണ് ഇതിനുണ്ടാവുന്നത്. PMOS, പുതിയ പേര് വെച്ച് PMOS, പോസ്റ്റ് മെച്യൂരിറ്റി ഒവേറിയൻ സിൻഡ്രോം. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 20-30 ഇയേഴ്സ് അല്ലെങ്കിൽ 40 ഇയേഴ്സിലുള്ള സ്ത്രീകളിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് PMOS. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അമിത രക്തസ്രാവം അല്ലെങ്കിൽ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്. മാസമുറയുടെ സമയത്ത് നോർമലിൽ അല്ലാതെ അളവിൽ കൂടുതലായി ബ്ലീഡിങ് വരുന്നതിനെയാണ് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അതിൻ്റെ കോമൺ കോസസ് ഫൈബ്രോയിഡ് യൂട്രസ് അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്ന രോഗമാണ്. യൂഷ്വലി ഒരു 50-60% ആൾക്കാരിലും ബ്ലീഡിങ് കൂടാനുള്ള ഒരു കാരണവും ഈ ഫൈബ്രോയിഡ് യൂട്രസ് ആണ്. വേറൊരു കണ്ടീഷനാണ് എൻഡോമെട്രോസിസ്. എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന ചത എൻഡോമെട്രിയത്തിന് പുറത്ത് വരുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ സ്ത്രീകളിൽ അധികമായി കാണുന്നത് അടിവയറ്റിൽ അമിതമായ വേദന, ഇൻഫെർട്ടിലിറ്റി, ബ്ലീഡിങ് ഇറഗുലർ. ഇതുകൂടാതെ സ്ത്രീകളിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അതിൻ്റെ പുതിയ പേരാണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. പിന്നെ മാം ഇപ്പം പറഞ്ഞ പോലെ PCOS, PCOD, അപ്പോൾ ഇതിനെക്കുറിച്ച് സ്ത്രീകൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പേര് പറഞ്ഞതുപോലെ തന്നെ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജീവിതശൈലി രോഗമാണ്. മെറ്റബോളിക് സിൻഡ്രോം ആണ്. നമ്മുടെ സാധാരണ കണ്ടുവരുന്ന ഷുഗർ, പ്രഷർ പോലുള്ള ഒരു ജീവിതശൈലി രോഗമാണ്. യൂഷ്വലി ഹോർമോൺ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണെങ്കിലും നമ്മുടെ ജീവിതശൈലിയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. പെട്ടെന്നുള്ള വെയിറ്റ് കൂടൽ. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഉള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന വേറൊരു പ്രധാന പ്രശ്നമാണ് PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ അമിതമായ ബ്ലീഡിങ്, ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ട് വരുന്ന സൈക്കിൾസ്, ആർത്തവത്തിൽ ഇടവേളകൾ കൂടുന്നത് അല്ലെങ്കിൽ അമിതമായ മുഖക്കുരു, പെട്ടെന്നുള്ള വെയിറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. ഈ ലക്ഷണങ്ങൾ, ഈ റീസൺ കൊണ്ടാണ് PCOS ഉള്ള രോഗികൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അതിന് പ്രത്യേകമായൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. PCOD ആസ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല. അതൊരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് ചേഞ്ചസ് കാരണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗലക്ഷണമാണ് PCOS. അതിനിപ്പം പ്രധാനമായി ചെയ്യേണ്ടത് വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എക്സസൈസ് ചെയ്യുക, ഭക്ഷണ ക്രമീകരണം കൊണ്ടുവരിക. അങ്ങനത്തെ രീതികളിലാണ് PCOS നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സ്ത്രീകളിൽ പ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മാം ഈ മെനോപോസ് കാലഘട്ടം. അപ്പോൾ ഈ മെനോപോസ് കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആർത്തവവിരാമം അല്ലെങ്കിൽ മെനോപോസ് കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീ ഹോർമോൺസ് എല്ലാം കുറയണം അല്ലെങ്കിൽ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസ്, ലൈക്ക് നമ്മുടെ ബോഡി ഒരുവിധം നമ്മുടെ ഹീറ്റ്, ബോഡി ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ ഹോർമോൺസിന് വലിയൊരു റോളുണ്ട്. പെട്ടെന്നുള്ള ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസ് ഉണ്ടാവും. അമിതമായ ചൂട് കയറുക, സ്ത്രീകളിൽ പെട്ടെന്ന് വേർക്കുക, എല്ലുകളിൽ തേയ്മാനം സംഭവിക്കുക, ഓസ്റ്റിയോപോറോസ് എന്നുള്ള അവസ്ഥയിലോട്ട് പോവുക. കൂടാതെ ഭയങ്കരമായ വെജൈനൽ ഡ്രൈനെസ്, നമ്മുടെ വെജൈനയിലുള്ള മോയ്സ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോൺസ് ആണ്. പെട്ടെന്നുള്ള ഹോർമോൺ കുറയുമ്പോൾ വെജൈന ഭയങ്കര ഡ്രൈ ആവും, വെജൈനൽ ഇറിറ്റേഷൻസ് ഉണ്ടാവാം. ബോത്ത് ഫിസിക്കലി ആസ് വെൽ ആസ് മെൻ്റലി ഈ പ്രശ്നങ്ങൾ കാരണം ശാരീരികമായും മാനസികമായും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് മെനോപോസ് എന്നുള്ളത്. മെനോപോസ് ആയ സ്ത്രീകളിൽ ചെറുതായിട്ടാണെങ്കിലും ബ്ലീഡിങ് എന്നുള്ളത് കൺസേണിങ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ ബ്ലീഡിങ് കാണുമോ അല്ലെങ്കിൽ ചെറുതായി സ്പോട്ടിങ് കാണുമോ എന്നുള്ളത് അങ്ങനെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു
ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്, ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ കാണുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വജൈനൽ ഡിസ്ചാർജാണ്, ഭയങ്കരമായിട്ടുള്ള ഡിസ്ചാർജ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഗർഭാശയ സംബന്ധമായ രോഗങ്ങളോ ക്യാൻസറുകളോ വരാനുള്ള ചാൻസുകളുണ്ട്. ആ സാഹചര്യങ്ങളിലും കൂടാതെ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ കുറയുന്ന അവസ്ഥയായതുകൊണ്ട് എല്ലുകളിലൊക്കെ ബലക്ഷയം വരാനും പെട്ടെന്ന് വീഴാനും എല്ല് പൊട്ടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും വാർണിംഗ് സൈൻസ് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്? സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടനയാണ്. അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെ ആവണം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ പോക്സോ കേസുകൾ എന്ന് വെച്ചാൽ ടീനേജ് പ്രഗ്നൻസി വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം എന്താണ് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് മെൻസ്ട്രേഷൻ, എന്താണ് പ്രഗ്നൻസി എന്നുള്ളത് അവരെ കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്ഷൽ അവയർനെസ് എന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോക്സോ കേസുകൾ വളരെയധികം കൂടി വരുന്ന, ടീനേജ് പ്രഗ്നൻസി വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് റിലേറ്റഡ് പ്രശ്നങ്ങളായ അബോഷൻസ്, ഇല്ലീഗൽ അബോഷൻസ് ഒക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കേണ്ട ആവശ്യകതയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്ത് അഡോളസെൻ്റ് എഡ്യൂക്കേഷൻ ലൈക്ക് അഡോളസെൻ്റ് ഹെൽത്ത്, മെൻസ്ട്രൽ ഹൈജീൻ തുടങ്ങിയ കാര്യങ്ങളും പിന്നെ സെക്ഷൽ ഹെൽത്ത്, സെക്ഷുവാലിറ്റി തുടങ്ങിയ വാക്കുകളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത ഇപ്പോഴുണ്ട്. പുതിയ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആർത്തവ സമയത്ത് 3 ദിവസത്തെ അവധി എന്ന് പറഞ്ഞിട്ട്. അത് ശരിയായ കാര്യമാണോ? അത് ഡിപ്പെൻസ്. നമ്മൾ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്, മൂഡ് സ്വിങ്സ് ആണെങ്കിലും ബ്ലീഡിങ് ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എല്ലാവരും ഒരുപോലെ എഫക്റ്റ് ചെയ്യണമെന്നില്ല. അത് ചിലവർക്ക് ഒരു രീതിയിലും ബാധിക്കാത്തവരായിരിക്കാം, പക്ഷെ ചിലവർ അത് നല്ല രീതിയിൽ ബാധിക്കുന്നവരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സ്കൂൾ ദിവസങ്ങൾ അത് മിസ്സാക്കി അവരുടെ അറ്റൻഡൻസ് കുറയുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. അങ്ങനെയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവാം. എല്ലാവരും അത് ഉപയോഗിക്കണം എന്ന് നിർബന്ധവുമില്ല. ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം, ആവശ്യമില്ലാത്തവർക്ക് വേണ്ട. വളരെ കുറഞ്ഞ സമയത്താണെങ്കിലും നമുക്ക് വേണ്ടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. അപ്പോൾ മാമിനെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു.